ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഒരു കുഞ്ഞ് ഔട്ടിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും എൻ്റെ ഒരു 3 ഫ്രണ്ട്സും കൂടി നമ്മളൊന്ന് പുറത്തൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വ്ളോഗായിട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ നമ്മൾ മലപ്പുറത്തേക്കാണ് കേട്ടോ പോകുന്നത്. ജസ്റ്റ് മലപ്പുറം പോകുന്നു, ഒന്ന് ഔട്ടിംഗ് ഷോപ്പിംഗ് അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ പലപ്പോഴായിട്ട് ഇങ്ങനെ പോകാറുണ്ട്, പക്ഷെ 4 പേരും കൂടി ഒരുമിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ഇനി നമുക്ക് ഓൺ ദ വേയിലൊക്കെ കാണാം. പോകുന്ന വഴിക്ക് ഓരോരുത്തരെ പിക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പോകുന്ന വഴിയിൽ വേണം ഓരോരുത്തരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി പോവാം. നമ്മൾ 2 ആളെ പിക്ക് ചെയ്തിട്ട് ഒന്ന് കാണിച്ച് 2 ആള് ഹായ് കൊടുക്കച്ചു. ഇനി 3ാമത്തെ ഒരാളെയും കൂടി പിക്ക് ചെയ്യാനാണ്. നമ്മളെ 4ാമത്തെ ആൾ എത്തിയിട്ടുണ്ട്. കേറട്ടെ, മാസ് എൻട്രി ആണ്. അങ്ങനെ നമ്മള് 4 പേര് സെറ്റായി. ഇനി നേരെ പോവാം. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് ശാന്തിതീരം എന്ന് പറയുന്ന ഒരു ചെറിയ പാർക്കിലാണ് കേട്ടോ. ഇത് മലപ്പുറം കളക്ട്രേറ്റിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ്. ഞങ്ങൾ ഗൂഗിൾ നോക്കി പോയതാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു പാർക്കിനെ കുറിച്ച് കേട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ട് ഒന്നുമില്ല, ഒരു പുഴയുണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു പാർക്ക്. ഈ പുഴയാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള വ്യൂ കേട്ടോ. കാര്യമായിട്ട് വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണുള്ളത്. പിന്നെ നേരം അധികം ആയിട്ടില്ല, അപ്പോൾ ഒരു 10:30-11 മണിയാണ് ടൈം കേട്ടോ. അതുകൊണ്ട് ഇവിടെ അധികം ആളുകളില്ല. ഈ പുഴേൻ്റെ സൈഡിലൂടെ ഒരു നടപ്പാത ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം, കുറേ ദൂരം നടക്കാം കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ കുറച്ച് നേരം നടന്നു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, 2-3 റീൽസ് എടുത്തു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോയിട്ടോ. അടുത്ത സ്പോട്ടിൽ പോവാം. അപ്പോൾ ഇവിടുന്ന് ഏകദേശമൊക്കെ തീരുമാനം. നമ്മളിവിടെ ഒരു കഫേയിൽ വന്നതാണ് കേട്ടോ. ബിഗ് ബീൻ കഫേ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ളൊരു കഫേയാണ്. അപ്പോൾ ഇവിടെ നിന്നാക്കാം ഫുഡ് എന്ന് വിചാരിച്ചു, അല്ലേ? ഇവിടെ നിന്നാക്കാം ഫുഡ് എന്ന് വിചാരിച്ചു. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കഫേയാണ്. ഞങ്ങൾ അപ്സ്റ്റേഴ്സിലാണ് ഇരുന്നത്. ഇവിടുത്തെ ഈ ഒരു റൂമിലാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് കാണാനും നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ മെനു വന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സായിട്ട് ബേബി കോണിൻ്റെ ഒരു ഐറ്റവും അതേപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഐറ്റവും കൂടിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് രണ്ടും നല്ല സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ബേബി കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ജ്യൂസും മൊയ്റ്റോസും സ്മൂത്തീസും അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ഒരു സാധനം ലസാനിയ ആണ് കേട്ടോ. ഇതിനെ കറക്റ്റ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന ജർമ്മനിക്കാർ ഇത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇത് ചീസും മിൻസ്ഡ് ചിക്കനും എല്ലാം കൂടി വെച്ചിട്ടുള്ള എന്തോ ഒരു തരം ഐറ്റമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യം വായിൽ വെച്ചപ്പോൾ വലിയ ഇഷ്ടമായൊന്നുമില്ല, പിന്നെ കഴിച്ച് അതിനോട് യൂസ്ഡായി വെറുത്ത് കുട്ടിശങ്കരനോട് അവസാനം ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞില്ലേ, അതേപോലെയായിരുന്നു. അവസാനം ആയപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ കുറഞ്ഞൊരു ബില്ലാണ്. ഇത് നമ്മളെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ അപർണ ഇതെല്ലാം പേ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടുന്ന് ഫുഡ് കഴിഞ്ഞിറങ്ങി. അടുത്ത സ്പോട്ട് എവിടെയാ? സ്റ്റുഡിയോ. ഓക്കെ, അപ്പൊ ഇനി സ്റ്റുഡിയോ. അങ്ങനെ ലഞ്ചിന് ശേഷം നമ്മൾ നേരെ കയറിയത് മലപ്പുറത്തുള്ള സ്റ്റുഡിയോയിലാണ്. ഈ സ്റ്റുഡിയോയിൽ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് പെട്ടെന്ന് ഹറി ആയതുകൊണ്ട് ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 4 പേർക്കും ഒരൊറ്റ ഇൻറ്റൻഷനേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റുഡിയോയിൽ കയറുന്നത്. ലിപ്സ്റ്റിക് എന്നുള്ള ഒരൊറ്റ വികാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. അവിടെ ലിപ്സ്റ്റിക് ഇല്ല. ലിപ്സ്റ്റിക് എന്നല്ല, ഒരു കോസ്മെറ്റിക് ഐറ്റംസ് അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും കയറിയതല്ലേ, കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഇട്ടതെല്ലാം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാം കൂടിയും എടുക്കാനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ 2 ഒതുക്കി. 2 എടുക്കണോ വേണ്ടിയോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ കൂടെ വന്നവരെല്ലാം എന്നെ പറ്റിച്ചു കേട്ടോ. അവരാരും ഒന്നും എടുത്തില്ല. ഞാൻ ഏതായാലും കണ്ണടച്ച് ഈ 2 എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ കോട്ടക്കുന്നുമ്മയ്ക്ക് പോയി.
അതെ, ഞങ്ങളിവിടെ എത്തിയപ്പോൾ നട്ടു ഉച്ചയാണ് കേട്ടോ. കണ്ണ് മര്യാദയ്ക്ക് തുറക്കാൻ കൂടി പറ്റുന്നില്ല, അത്രയും വെയിലായിരുന്നു. എന്നാലും അവിടെ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും പോയതല്ലേ, ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 പേരും 4 ഫ്ലേവറുള്ള ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കേട്ടോ. നട്ടുച്ച നേരത്ത് നല്ല അടിപൊളി ഐസ്ക്രീം കഴിക്കാൻ നല്ല സുഖമാണെന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. ഏതായാലും നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കൂളായി ഇരുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയത് നേരെ ഒരു ഗോസ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ. ഈ കോട്ടക്കുന്നിൻ്റെ മുകളിൽ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല. പല ഗോസ്റ്റ് ഹൗസിലും കയറിയിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നമ്മളെല്ലാം എക്സ്പെക്റ്റഡ് ആണ് പല ഗോസ്റ്റ് ഹൗസിലും കയറിയിട്ടുണ്ടെങ്കിൽ കൂടി നല്ല രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 3D മൂവി കാണാൻ കയറി കേട്ടോ. മൂവിയല്ല, അതിനെന്തോ ഒരു സംഭവം പറയും, നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നൊരു സാധനം എന്തോ അതിൽ കയറി. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചുറ്റി കണ്ടു. പിന്നെ കയറിയത് മിറാക്കിൾ ഗാർഡനിലാണ് കേട്ടോ. ഈ മിറാക്കിൾ ഗാർഡൻ്റെ അകത്തും ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. ഇവിടെ കയറിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെന്റ്സ് തന്നെയാണ്, എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ഇതിനെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഐ ലവ് കോട്ടക്കുന്ന് എന്നുള്ളതും ഇതൊക്കെ പുതിയത് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് കയറാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. എനിക്കിതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓൾ ടുഗദർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയാണ്. വെയില്, കാരണം നട്ടപ്പോൾ ഒരു വെയിലത്താണല്ലോ നമ്മൾ പോകുന്നത്, അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഡെസേർട്ട് സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 2 ഒട്ടകത്തിന്റെ സ്റ്റാച്ചുവും പിന്നെ ഇവിടെ ഒരു ഷെഡും അങ്ങനെ ഈന്തപ്പന അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. നല്ല രസമായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഡെസേർട്ടിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കുറച്ച് സ്പോട്ട് കണ്ടപ്പോൾ അവിടെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാവരും അത്യാവശ്യം ടയർഡായിരുന്നു. കാരണം നല്ല വെയിലാണ് കേട്ടോ. നട്ടാപ്പൊരി വെയിൽ എന്ന് പറഞ്ഞാൽ 2 മണി 3 മണി നേരമാണിത്. ആ സമയത്തുള്ള വെയിൽ ആലോചിച്ചാൽ അറിയാലോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കറങ്ങി കണ്ടു. നമ്മളിവിടെ ഒരു ഈവനിങ് ടൈമിൽ വരികയാണെങ്കിൽ നല്ല അടിപൊളിയാവും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി കാണാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു ഈവനിങ് ഒരു 5:30 6:30 സമയത്തൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല ക്ലൈമറ്റും ആയിരിക്കും. നമുക്കിപ്പോൾ ഈ വെയിലായിരുന്നു ഒരു പ്രശ്നം. എന്നാലും നമ്മൾ ഒരുമിച്ചായതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് പഴയ നമ്മളെ നാട്ടിൻപുറത്തെ ഗ്രന്ഥശാല അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അവിടെ കുറേ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും നമ്മൾ അധികം പോയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതായി കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുറച്ചൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്നത്തേത്. കാരണം നമ്മൾ സ്കൂൾ കോളേജ് തൊട്ടിട്ടുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, നമുക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോഴും അതൊക്കെ കൊണ്ട് നടക്കുന്നതിൽ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ നമ്മളെ ട്രിപ്പ് അവസാനിച്ചിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ട്രിപ്പ്? അടിപൊളി, സൂപ്പർ അടിപൊളിയായിരുന്നു. നമ്മൾ 4 പേരും കൂടി പൊളിച്ചടുക്കി. അപ്പൊ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then